ഓം നമോ നാരായണായ. ഇന്നത്തെ പാരായണത്തിൽ രാമൻ വാൽമീകിയുടെ ആശ്രമത്തിൽ ചെന്ന് അവിടെ വാൽമീകിയുടെ ആത്മകഥയും അവയുടെ വരികളും അർത്ഥങ്ങളുമാണ് പറയുവാൻ പോകുന്നത്. എല്ലാവരും കേട്ടാലും ഒരു കഥ പോലെ കേട്ടിരിക്കാൻ എന്തു രസമാണെന്നോ രാമൻ്റെ ഈ കഥകൾ. പോകാം വീഡിയോയിലേക്ക്. ശ്രീരാമൻ്റെ നാമമഹിമ കാതുകൾക്ക് അമൃത് പോലെ മധുരമുള്ളതാണ്. അത് വർണ്ണിച്ചു തീർക്കാൻ ആർക്കും സാധിക്കുകയില്ല. പാപിയായ ഞാൻ അങ്ങയുടെ നാമത്തിൻ്റെ മഹിമ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ബ്രഹ്മമഹർഷിയായി മാറിയത്. പണ്ട് ദുഷ്ടബുദ്ധിയായിരുന്ന ഞാൻ കാട്ടുവാസികളായ ആളുകളോടൊപ്പം പല വിധത്തിലുള്ള അധർമ്മങ്ങളും ചെയ്തു ജീവിച്ചു. എനിക്ക് പേരിന് മാത്രം ബ്രഹ്മജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ബ്രാഹ്മണന്റെ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ശൂദ്രന്റെ ആചാരങ്ങൾ പിന്തുടരുന്നതിൽ താല്പര്യമുള്ളവനായി മാറി. ഒരു ശൂദ്ര സ്ത്രീയോടൊപ്പം വളരെ കാലം താമസിച്ചു. അവളിൽ എനിക്ക് ധാരാളം മക്കളും ഉണ്ടായി. യാതൊരു ലജ്ജയുമില്ലാതെ കള്ളന്മാരുടെ കൂടെ കൂടി എന്നും ഒരു കള്ളനായും വില്ലും അമ്പും കയ്യിലേന്തി എത്രയോ ജീവികളെ ചതിച്ച് കൊന്നൊടുക്കി. ബ്രാഹ്മണരിൽ നിന്നും മറ്റ് ആളുകളിൽ നിന്നും എത്രയോ ധനവും വസ്തുക്കളും ഞാൻ പിടിച്ചു പറിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ വനത്തിൽ വെച്ച് 7 മഹർഷിമാർ വരുന്നത് ഞാൻ കണ്ടു. ഉടൻ തന്നെ ആ മുനിമാരുടെ അടുക്കിലേക്ക് ഞാൻ വേഗത്തിൽ ചെന്നു. അവരുടെ വസ്ത്രങ്ങളും സാധനങ്ങളും പിടിച്ചു പറിക്കാനായി ബുദ്ധിഹീനനായി ഞാൻ ആഗ്രഹിച്ചു. ഉച്ചയ്ക്കത്തെ സൂര്യനെ പോലെ തിളങ്ങുന്ന തേജസ്സോടുകൂടി ആ മഹർഷിമാർ യാതൊരു ദയയുമില്ലാതെ ദുഷ്ടനായ എന്നെയും ആ വിജനമായ ഘോരവനത്തിൽ വെച്ച് കണ്ടപ്പോൾ യാതൊരു പരിഭ്രമവും ഇല്ലാതെ എന്നോട് ചോദിച്ചു, നിൽക്കൂ നിൽക്കൂ, ഇവിടെ നീ എന്ത് ചെയ്യാനാണ് ഭാവിക്കുന്നത്? എടാ ദുഷ്ടബുദ്ധി, നിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് സത്യം പറയൂ. പ്രസന്നതയോടെ മുനിശ്രേഷ്ഠന്മാർ ഇപ്രകാരം ചോദിച്ചപ്പോൾ ക്രൂര മനസ്സുള്ളവനായി ഞാൻ അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. ശ്രീരാമനോടായി വാൽമീകി പറയുന്നു, ഹേ രാജകുമാര, എൻ്റെ അവസ്ഥ ഞാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു. എനിക്ക് ഭാര്യയും മക്കളും അടക്കം വലിയൊരു കുടുംബമുണ്ട്. അവരെല്ലാം വിശപ്പും ദാഹവും കൊണ്ട് വളരെ വലഞ്ഞിരിക്കുകയാണ്. കുടുംബം പുലർത്തുന്നതിനായി വഴിപോക്കരിൽ നിന്നും ഞാൻ ദിവസവും വഴിയാത്രക്കാരെ തടഞ്ഞു നിർത്തി പിടിച്ചുപറി നടത്തുകയാണ്. നിങ്ങളിൽ നിന്നും എന്തെങ്കിലും പിടിച്ചെടുക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ വേഗത്തിൽ ഇങ്ങോട്ട് വന്നത്. എന്നാൽ എൻ്റെ വാക്കുകേട്ട് ആ മുനിശ്രേഷ്ഠന്മാർ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടും സ്നേഹത്തോടെ ഇപ്രകാരം പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞങ്ങൾ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കുക. നീ വീട്ടിൽ പോയി നിന്റെ കുടുംബത്തോട് ചോദിക്കൂ, നിങ്ങളെ പരിപാലിക്കുന്നതിനായി ഞാൻ ദിവസവും ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ പങ്കിൽ അല്പമെങ്കിലും നിങ്ങൾ പങ്കുപറ്റുമോ എന്ന് നീ പോയി അവരോട് ചോദിച്ചു തിരികെ വരിക. ഞങ്ങൾ യാതൊരു സംശയവുമില്ലാതെ ഇവിടെ തന്നെ നിന്നുകൊള്ളാം. മുനിമാരുടെ ആ വാക്കുകൾ കേട്ട് ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോയി എൻ്റെ മക്കളോടും ഭാര്യയോടും ഇപ്രകാരം ചോദിച്ചു, പലവിധ പാപകർമ്മങ്ങൾ ചെയ്താണ് ഞാൻ നിങ്ങളെയെല്ലാം ദിവസേന പോറ്റി വളർത്തുന്നത്. ആ പാപങ്ങളുടെ ഫലത്തിൽ കുറച്ചെങ്കിലും നിങ്ങൾ ഏറ്റെടുക്കുമോ, അതോ എൻ്റെ പാപമെല്ലാം ഞാൻ തനിയെ തന്നെ അനുഭവിക്കണമോ? എനിക്ക് ഇതിന് സത്യസന്ധമായൊരു മറുപടി തരണം എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ എന്നോട് ഇപ്രകാരം മറുപടി നൽകി, ഒരാൾ ദിവസവും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അത് ചെയ്ത വ്യക്തിയല്ലാതെ മറ്റൊരാൾ അനുഭവിക്കുമോ? താൻ തനിയെ നിരന്തരം ചെയ്തു കൂട്ടുന്ന കർമ്മഫലങ്ങൾ താൻ തന്നെ അനുഭവിച്ച് തീർക്കുകയേ ഉള്ളൂ. അവരുടെ ആ മറുപടി കേട്ട് എനിക്ക് വല്ലാതെ വിരക്തിയും ദുഃഖവും തോന്നി. ഞാൻ എൻ്റെ മനസ്സിൽ പലവിധ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി. തുടർന്ന് ആ തപസ്വികൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് തീവ്രമായ പശ്ചാത്താപത്തോടെ ചെന്ന് ഞാൻ അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ആ ഉത്തമന്മാരായ തപസ്വികളുമായുള്ള സത്സംഗം കൂട്ടുകെട്ട് കാരണം എൻ്റെ മനസ്സും ബുദ്ധിയും തികച്ചും പരിശുദ്ധമായി മാറി. കയ്യിലുണ്ടായിരുന്ന വില്ലും അമ്പും മറ്റു ആയുധങ്ങളും ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞ് ഞാൻ അത്യന്തം ഭക്തിയോടെ ആ മുനിമാരുടെ പാദങ്ങളിൽ വീണ് വന്ദിച്ചു. ദുരിതമാകുന്ന കടലിൽ താണുപോകാൻ തുനിയുന്ന എന്നെ ദയാലുക്കളായ നിങ്ങൾ കാത്തു രക്ഷിക്കണേ. ശരണം പ്രാപിച്ചവരെ രക്ഷിക്കുക എന്നത് മഹാന്മാരുടെ അലങ്കാരവും ധർമ്മവുമാണല്ലോ. ഇപ്രകാരം പറഞ്ഞ് തങ്ങളുടെ പാദങ്ങളിൽ വീണ് കിടക്കുന്ന എന്നെ കണ്ട് ആ മുനിശ്രേഷ്ഠന്മാർ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കൂ, നിനക്ക് എന്നും മംഗളം ഭവിക്കട്ടെ. എഴുന്നേൽക്കൂ, നിനക്ക് നല്ലത് വരട്ടെ. നിന്റെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കട്ടെ. നല്ല ആളുകളുമായുള്ള കൂട്ടുകെട്ടിന് ഉടൻ തന്നെ നല്ല ഫലം ലഭിക്കും. മഹാന്മാരും ഉത്തമന്മാരുമായി ഇത്തരം ബ്രാഹ്മണരുടെ സത്സംഗം അത്രമേൽ മഹത്തരമാണ്.
ഇന്ന് തന്നെ ഞങ്ങൾ നിനക്കൊരു ഉപദേശം നൽകാം. അതുവഴി നിനക്ക് നല്ലൊരു മോക്ഷം ലഭിക്കും. അവർ തമ്മിൽ മനസ്സിൽ ആലോചിച്ചതിനു ശേഷം ധന്യരായ ആ തപസ്വികൾ ഇപ്രകാരം വിചാരിച്ചു: ഇവൻ അങ്ങേയറ്റം ദുരാചാരിയും ബ്രാഹ്മണരിൽ അധമനുമാണെങ്കിലും ഉത്തമരായ ആളുകൾ ഉപേക്ഷിക്കേണ്ടവനാണ് ഇവനെങ്കിലും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ശരണം പ്രാപിച്ചു വന്നവനെ എത്ര ദുഷ്ടനാണെങ്കിൽ പോലും പ്രയത്നിച്ചാണെങ്കിലും കാത്തു രക്ഷിക്കേണ്ടതാണ്. മോക്ഷമാർഗം ഉപദേശിച്ചുകൊണ്ട് ഇവനെ രക്ഷിക്കണം. സാക്ഷാൽ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് പകർന്നു നൽകി ഇവനെ ഉദ്ധരിക്കണം. ഇപ്രകാരം ഉറപ്പിച്ചുകൊണ്ട് രാമ എന്ന രണ്ടക്ഷരമുള്ള നാമം അക്ഷരങ്ങൾ തിരിച്ചിട്ട രൂപത്തിൽ അവർ ഉപദേശിച്ചു കൊടുത്തു. നീ എന്നും മര 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 എന്ന് തുടർച്ചയായി ജപിക്കുക. ഇടതടവില്ലാതെ നിന്റെ മനസ്സ് ഏകാഗ്രമായി വെച്ചു വേണം ഇത് ജപിക്കാൻ. ഞങ്ങൾ തിരികെ ഇവിടേക്ക് വരുന്നത് വരെ നീ ഇപ്രകാരം തന്നെ ജപിച്ചുകൊണ്ടിരിക്കുക. ഇപ്രകാരം അനുഗ്രഹിച്ച് ആ മുനിശ്രേഷ്ഠന്മാർ ഉടൻ തന്നെ ദിവ്യമായ ആകാശമാർഗത്തിലൂടെ യാത്രയായി. അവരെ വന്ദിച്ച് ഞാൻ മര മര എന്ന് ജപിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അത്യന്തം ഭക്തിയോടെ 1000 യുഗങ്ങൾ കഴിയുന്നതുവരെ ഞാൻ തപസ് ചെയ്തു. എൻ്റെ ശരീരത്തിനു ചുറ്റും ചിതൽ പുറ്റുകൾ വളർന്നു മൂടി. പുറംലോകവുമായുള്ള എൻ്റെ സമ്പർക്കമെല്ലാം പൂർണ്ണമായും ഇല്ലാതായി. 1000 യുഗങ്ങൾക്ക് ശേഷം ആ മുനിശ്രേഷ്ഠന്മാർ തിരികെ എഴുന്നള്ളി. സൂര്യന്മാർ ഉദിച്ചുയരുന്നതുപോലെ പ്രകാശിച്ചുകൊണ്ട് അവർ വന്നു. പുറ്റിൽ നിന്നും പുറത്തേക്ക് വരൂ എന്നവർ പറഞ്ഞത് കേട്ട് ഞാൻ ആ പുറ്റിനുള്ളിൽ നിന്നും വേഗത്തിൽ പുറത്തു വന്നു. ചിതൽപുറ്റിൻ്റെ വാൽമീകം ഉള്ളിൽ നിന്നും വീണ്ടും ജനിച്ചതുകൊണ്ട് ആ മുനിമാർ എനിക്കൊരു പേര് നൽകി അനുഗ്രഹിച്ചു. അങ്ങ് ഇനി മുതൽ വാൽമീകി എന്ന പേരിൽ അറിയപ്പെടുന്ന മുനിശ്രേഷ്ഠനാണ്. അങ്ങ് പരമമായ വേദങ്ങൾ അറിയുന്ന ബ്രഹ്മജ്ഞാനിയായി ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് ആ മുനിമാർ മടങ്ങിപ്പോവുകയും ചെയ്തു. അന്നു മുതലാണ് ഞാൻ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. ഹേ ശ്രീരാമ, അങ്ങയുടെ നാമത്തിൻ്റെ മഹിമ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വലിയൊരു മുനിയായി മാറിയത്. ഇന്ന് സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം അങ്ങയെ സന്തോഷത്തോടെ നേരിൽ കാണുവാനുള്ള ഭാഗ്യവും ഞാൻ പണ്ട് ചെയ്ത വലിയ പുണ്യഫലത്താൽ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഹേ കരുണാനിധിയായ ഭഗവാനെ, എൻ്റെ പൂർവ്വപുണ്യം ഇന്ന് പൂർണ്ണമായും ഫലമണിഞ്ഞിരിക്കുന്നു. താമരക്കണ്ണനായവനെ, ഹേ രാമചന്ദ്ര, ദയാലുവായ ഭഗവാനെ, രാജാക്കന്മാരുടെ തിലകമായവനെ, രഘുകുല ശ്രേഷ്ഠ, എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് അങ്ങയെ നേരിൽ കാണാൻ സാധിച്ചതുകൊണ്ട് ഞാൻ ജനന മരണ ബന്ധങ്ങളിൽ നിന്നും മുക്തനായി തീർന്നിരിക്കുന്നു. ജ്ഞാനത്തിൽ നിപുണനായവനെ, ദേവന്മാരുടെ പ്രഭു, സീതാദേവിയോടൊപ്പം സന്തുഷ്ടനായി വസിക്കുന്നതിനായി മനോഹരവും സന്തോഷപ്രദവുമായ ഒരു സ്ഥലം കാട്ടിത്തരാൻ ഞാൻ അങ്ങയോടൊപ്പം വരാമെന്ന് പറഞ്ഞ് അടുത്തു ചെന്ന് തൻ്റെ ശിഷ്യന്മാരാൽ ചുറ്റപ്പെട്ട വാൽമീകി മഹർഷി മുൻപോട്ട് നടന്നു. ചിത്രകൂടാചലത്തിനും ഗംഗാനദിക്കുമിടയിലുള്ള പ്രദേശത്ത് ആ മഹർഷി അത്ഭുതകരമായ ഒരു ആശ്രമം പർണശാല നിർമ്മിച്ചു. തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നീ ദിശകളിലായി കണ്ണുകൾ അത്യന്തം ആനന്ദം നൽകുന്ന 2 ഭവനങ്ങളും നിർമ്മിച്ചു നൽകിയിട്ട് ഇവിടെ വസിച്ചാലും എന്ന് രാമനോട് അരുളി ചെയ്തു. കാമദേവന് തുല്യസുന്ദരനായ ശ്രീരാമൻ ജനകപുത്രിയായ സീതയോടും പരിശുദ്ധ മനസ്സുള്ളവനായ ലക്ഷ്മണനോടുമൊപ്പം പരബ്രഹ്മസ്വരൂപനായ ശ്രീരാമൻ അവിടെ സന്തോഷത്തോടെ വസിച്ചു. വാൽമീകി മഹർഷിയാൽ എന്നും ഭക്തിയോടെ പൂജിക്കപ്പെടുന്നവനായി സുന്ദരിയായ ജാനകിയോടും തൻ്റെ സഹോദരനായ ലക്ഷ്മണനോടുമൊപ്പം അത്യന്തം ആദരവോടെയും ആനന്ദത്തോടെയും ശ്രീരാമൻ അവിടെ കഴിഞ്ഞു പോന്നു. ദേവന്മാരാലും മുനീശ്വരന്മാരാലും സേവിക്കപ്പെടുന്ന ദേവേന്ദ്രൻ സ്വർഗത്തിൽ വാഴുന്നത് പോലെ. ഉത്തമ മന്ത്രിയായ സുമന്ത്രർ അത്യന്തം കഠിനമായ ദുഃഖത്തോടെ തിരികെ അയോധ്യയിൽ എത്തിച്ചേർന്നു. വസ്ത്രം കൊണ്ട് മുഖം മൂടി ഒഴുകുന്ന കണ്ണുനീർ തുള്ളി തുള്ളിയായി വീഴുമ്പോൾ അത് തുടച്ചുകൊണ്ട് തൻ്റെ രഥം കൊട്ടാരത്തിന് പുറത്ത് നിർത്തിയിട്ട് ധൈര്യം സംഭരിച്ച് രാജാവായ ദശരഥൻ്റെ അടുക്കലെത്തി നമസ്കരിച്ചു. ഭൂമിപാലകനായ രാജാവേ, അങ്ങേക്ക് ജയം. വീരന്മാരിൽ മൗലി രക്തമേ, അങ്ങേക്ക് ജയം. ശാസ്ത്രജ്ഞാനമുള്ളവനെ,
പരാക്രമക്കടലേ, അങ്ങേക്ക് ജയം. യശസ്സിൻ്റെ നിധിയായവനെ, എൻ്റെ യജമാനനെ, അങ്ങേക്ക് ജയം. സൂര്യവംശത്തിൽ ജനിച്ചവരിൽ ഉത്തമനായവനെ, അങ്ങേക്ക് ജയം. ഇപ്രകാരം അയോധ്യാധിപനായ ദശരഥ രാജാവിനെ വന്ദിച്ച് സ്തുതിച്ച് രാജശ്രേഷ്ഠനായ ദശരഥൻ മന്ത്രിയായ സുമന്ത്രരോട് ഉടൻ തന്നെ ചോദിച്ചു: സഹോദരനായ ലക്ഷ്മണനോടും ജനകപുത്രിയായ സീതയോടുമൊപ്പം രാമൻ ഏതു ദിശയിലേക്കാണ് ഇപ്പോൾ വസിക്കുന്നത്? യാതൊരു ലജ്ജയുമില്ലാതെ കഠിനപാപിയായ എന്നോട് എന്തൊരു സന്ദേശമാണ് എൻ്റെ പ്രിയപ്പെട്ട ലക്ഷ്മണൻ പറഞ്ഞത്? പ്രത്യേകിച്ചും ലക്ഷ്മി ദേവിക്ക് തുല്യയായ ജാനകി ദേവി എന്താണ് പറഞ്ഞത്? അയ്യോ രാമ, ഗുണക്കടലായ ഭഗവാനെ ലക്ഷ്മണ, താമരകന്യായ മിഥില രാജാവിൻ്റെ മകളെ, ദുഃഖം സഹിക്കവയ്യാതെ മരണത്തോടടുത്തിരിക്കുന്ന പാപിയായ എന്നെ വന്നൊന്നു കാണുന്നതിനും സീതയെയും കണ്ടുകൊണ്ട് മരിക്കുന്നതിനുള്ള ഭാഗ്യമോ പുണ്യമോ എനിക്കിപ്പോൾ ഇല്ലാതെ പോയല്ലോ. ഇപ്രകാരം പറഞ്ഞു കരയുന്ന ദശരഥ രാജാവിനോട് മനസ്സിൽ വലിയ ദുഃഖത്തോടെ സുമന്ത്രർ ഇപ്രകാരം പറഞ്ഞു: അങ്ങയുടെ ആജ്ഞപ്രകാരം ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും ഞാൻ രഥത്തിലേറ്റിക്കൊണ്ടുപോയി. ശൃംഗിവേരാപുരത്തിൻ്റെ അടുത്ത് ചെന്ന് ഗംഗാതീരത്ത് വസിച്ചിരിക്കുന്ന ആ സമയത്ത് ശൃംഗിവേരപുരത്തിൻ്റെ അധിപനായ ഗുഹൻ അവിടുന്ന് തന്നെ കണ്ടു തൊഴുതു. ഗുഹൻ കാട്ടുഫലങ്ങളും കിഴങ്ങുകളും കൊണ്ടുവന്ന് നൽകി. തിരുക്കൈകൾ കൊണ്ട് അത് തൊട്ട് സ്വീകരിച്ചു. ആ രാജകുമാരന്മാർ ജടയും ധരിച്ച് അതിനുശേഷം രഘുശ്രേഷ്ഠനായ ശ്രീരാമൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു: എന്നെ ഓർത്ത് ആരും മനസ്സ് വിഷമിച്ച് ദുഃഖിക്കരുത്. എൻ്റെ പിതാവിനോട് പറയണം, അവിടുത്തെ മനസ്സിൽ അല്പം പോലും ദുഃഖവും ഭാരവും ഉണ്ടാകരുതെന്ന്. അയോധ്യയിലുള്ളതിനേക്കാൾ വലിയ സുഖവും മോക്ഷപ്രാപ്തിയും വനവാസത്തിലൂടെ ഞങ്ങൾക്ക് കൈവരും. അമ്മമാർക്കും എൻ്റെ നമസ്കാരം അറിയിക്കുക. പ്രത്യേകിച്ചും എന്നെ ഓർത്ത് അല്പം പോലും വിഷമിക്കരുത്. വീണ്ടും വീണ്ടും പിതാവിനോട് പറയുക, അവിടുന്ന് പ്രായം കൊണ്ടും ദുഃഖം കൊണ്ടും വല്ലാതെ തളർന്നിരിക്കുകയാണ്. എന്നെ പിരിഞ്ഞുകൊണ്ടുള്ള എല്ലാ ദുഃഖവും അങ്ങയുടെ അമൃത് പോലുള്ള മധുരവാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ച് അടയ്ക്കണം. അതിനുശേഷം സീതാദേവിയും തൊഴുതുകൊണ്ട് എന്നോട് പറഞ്ഞു. തൻ്റെ താമരമുഖം താഴ്ത്തിപ്പിടിച്ച് പതുക്കെ പതുക്കെ കണ്ണുനീർ തുള്ളികൾ പൊഴിച്ചുകൊണ്ട് വിതുമ്പലോടെ പറഞ്ഞു: എൻ്റെ അമ്മായിയമ്മമാരുടെ പാദങ്ങളിൽ എന്നെ സാഷ്ടാംഗം പ്രണാമം അറിയിക്കുക. തോണിയിൽ കയറി ഗുഹനോടൊപ്പം അക്കരെ എത്തിയ ശേഷം പ്രാണൻ പോകുന്ന അത്രയും സഹിക്കാനാവാത്ത വേദനയോടെ അടിയനായി ഞാൻ അവിടെ തന്നെ നോക്കി നിന്നു. അവർ അക്കരെ എത്തി കാട്ടിലേക്ക് നടന്നു മറയുന്നത് വരെ ഞാൻ ഇവിടെ ഒരു ജീവനില്ലാത്ത ശരീരം പോലെ ഇക്കരയിൽ തന്നെ നിലയുറപ്പിച്ചു. 4-5 നാഴിക സമയം കഴിഞ്ഞപ്പോൾ ധൈര്യം വീണ്ടെടുത്ത് ഞാൻ പതിയെ പതുക്കെ ഇങ്ങോട്ട് തിരിച്ചു വരികയാണ് ഉണ്ടായത്. സുമന്ത്രരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവിടെ കൗസല്യാദേവി കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: പണ്ടേ 2 വരങ്ങൾ കൈകേയിക്കായി നീ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. പ്രിയപ്പെട്ടവളായ കൈകേയിക്ക് രാജ്യം നൽകിയതുകൊണ്ട് മാത്രം നിനക്ക് തൃപ്തിയാകുമായിരുന്നില്ലേ? എൻ്റെ മകനെ അനാഥനെ പോലെ വനത്തിലേക്ക് കയറ്റി അയക്കാൻ പാപിയായ ഞാൻ എന്തു പിഴവാണ് ദൈവമേ ചെയ്തത്? ഇങ്ങനെയൊക്കെ വരുത്തി വെച്ചതിന് ശേഷവും ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ നീ എന്തുകൊണ്ടാണ് ഇപ്പോൾ വേവലാതിപ്പെടുന്നത്? കൗസല്യാദേവി പറഞ്ഞ ആ കഠിനമായ വാക്കുകൾ കേട്ട് ദശരഥ മഹാരാജാവ് കഠിനമായ ദുഃഖത്തോടെ പതിയെ ഇപ്രകാരം പറഞ്ഞു: മുറിവേറ്റ സ്ഥാനത്ത് വീണ്ടും കൊള്ളിവെച്ച് പൊള്ളിക്കുന്നത് പോലെ പുണ്യമില്ലാത്ത എന്നെ നീ വീണ്ടും വീണ്ടും സങ്കടപ്പെടുത്തരുതേ. വലിയ ദുഃഖം മനസ്സിലൊതുക്കി മരണത്തിലേക്ക് അടുക്കുന്ന എൻ്റെ മനസ്സലിയിപ്പിക്കാതെ ഇരിക്കൂ എൻ്റെ പ്രിയ പത്നി.
എൻ്റെ പ്രാണൻ പോകുന്ന സമയം അടുത്തു വന്നിരിക്കുന്നു. പണ്ട് ഒരു തപസ്വി പുത്രശോകത്താൽ പ്രാണൻ വെടിയുമ്പോൾ എന്നെ ശപിച്ചുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. സുന്ദരിയായ കൗസല്യേ, നീ ആ ശാപത്തിൻ്റെ കഥ കേട്ടുകൊള്ളൂ. സാക്ഷാൽ തപസ്വികൾ ദൈവത്തിന് തുല്യരാണല്ലോ. പണ്ടൊരിക്കൽ അർദ്ധരാത്രിയിൽ അമ്പുകളും വില്ലുമെടുത്ത് കയ്യിലേന്തി വേട്ടയാടാനുള്ള കഠിനമായ ആഗ്രഹത്തോടെ വനത്തിനുള്ളിലെ അരുവിയുടെ തീരത്ത് വെച്ച് ഞാൻ മൃഗങ്ങളെ കാത്തു നിൽക്കുന്ന ആ സമയത്ത് ഒരു മുനികുമാരൻ ദാഹിച്ചു വലഞ്ഞ് തൻ്റെ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം വലിയ ധൈര്യത്തോടെ ഇരുട്ടത്ത് വെള്ളമെടുക്കാൻ ഇറങ്ങിത്തിരിച്ചു. വെള്ളം കോരാൻ കുടവുമായി വന്ന ആ കുമാരൻ ഏറെ ശ്രദ്ധയോടെ ആ കുടം വെള്ളത്തിൽ മുക്കിയപ്പോൾ കുടത്തിനുള്ളിലേക്ക് വെള്ളം കയറുന്ന ശബ്ദം കേട്ടപ്പോൾ ഒരാന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന ശബ്ദമാണതെന്ന് തെറ്റിദ്ധരിച്ച് ഉടൻ തന്നെ ശബ്ദം കേട്ട ദിക്കിലേക്ക് ലക്ഷ്യം വെച്ച് അടിക്കുന്ന അമ്പ്, അയ്യോ, ഞാൻ വില്ലിൽ തൊടുത്ത് ഉറപ്പോടെ എയ്തുവിട്ടു. അയ്യോ അയ്യോ, ഞാൻ കൊല്ലപ്പെട്ടല്ലോ, അയ്യോ, ഞാൻ ദാരുണമായി കൊല്ലപ്പെട്ടല്ലോ, അയ്യോ എന്ന ഒരു മനുഷ്യൻ്റെ വേദന നിറഞ്ഞ ശബ്ദം കേട്ടു. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഹാ ദൈവമേ, ഞാൻ എന്തിനാണ് അന്യായമായി കൊല്ലപ്പെട്ടത്? എൻ്റെ മാതാപിതാക്കൾ എന്നെയും കാത്തിരിക്കുകയാണ്. അവർ കഠിനമായ ദാഹം കൊണ്ട് വെള്ളത്തിനായി ഏറെ വലിഞ്ഞിരിക്കുകയാണ്. ഇപ്രകാരമുള്ള മനുഷ്യശബ്ദം കേട്ട് അത്യന്തം ഭയന്ന് സങ്കടത്തോടെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ആ തപസ്വി കുമാരൻ്റെ കാൽക്കൽ വീണ് ദുഃഖത്തോടെ ആ മുനികുമാരനോട് ഞാൻ പറഞ്ഞു, ഹേ പ്രഭു, ഞാൻ ദശരഥൻ എന്ന രാജാവാണ്. വലിയ അപരാധിയാണ്. എന്നോട് ക്ഷമിച്ച് എന്നെ രക്ഷിക്കണേ. വേട്ടയാടാനുള്ള കഠിനമായ ആഗ്രഹത്താൽ ഞാൻ അറിയാതെ ആന വെള്ളം കുടിക്കുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്ത പാപിയാണ് ഞാൻ. ഇനി സമയം വൈകാതെ എൻ്റെ പ്രാണൻ വേർപെട്ടു പോകും എന്ന് പറഞ്ഞ് തൻ്റെ പാദങ്ങളിൽ വീണ് കരയുന്ന എന്നോട് ജ്ഞാനം നിറഞ്ഞ വാക്കുകളോടെ ആ മുനികുമാരൻ പറഞ്ഞു, വിധി വിധിച്ച കർമ്മഫലം തടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. നിനക്ക് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവുകയുമില്ല. കാരണം ഞാൻ വൈശ്യകുലത്തിൽ ജനിച്ചവനാണ്. നീ പോയി എൻ്റെ മാതാപിതാക്കളെ ഒട്ടും സമയം കളയാതെ ആശ്വസിപ്പിക്കുക. വാർദ്ധക്യത്താൽ തളർന്ന് ജരാനര ബാധിച്ച് കണ്ണുകൾ പോലും കാണാതെ അവർ എന്നെയും കാത്ത് ഇരിക്കുകയാണ്. കഠിനമായ ദാഹം കൊണ്ട് ഞാൻ വെള്ളവും കൊണ്ടുവരുന്നതും കാത്ത് അവർ ഇരിക്കുമ്പോൾ നീ ചെന്ന് വെള്ളം കൊടുത്ത് അവരുടെ ദാഹം തീർക്കണം. നടന്ന സംഭവങ്ങളെല്ലാം അവരോട് തുറന്നു പറയുക. നീ സത്യം പറയുകയാണെങ്കിൽ അവർ നിന്നെ ശപിക്കാതെ കാത്തുകൊള്ളും. അതല്ല, എൻ്റെ പിതാവിന് കോപമുണ്ടായാൽ അവിടുന്ന് നിന്നെ ചുട്ട് ഭസ്മമാക്കി കളയും. എനിക്ക് കഠിനമായ വേദന അനുഭവപ്പെടുന്നു. പ്രാണൻ പോവുകയാണ്. അതുകൊണ്ട് ഒട്ടും വൈകാതെ എൻ്റെ ദേഹത്തു നിന്നും ഈ അമ്പ് ഊരിയെടുക്കൂ. അത് കേട്ട് ഞാൻ അവൻ്റെ ശരീരത്തിൽ നിന്നും അമ്പ് ഊരിയെടുത്തു. പിന്നീട് വെള്ളം നിറഞ്ഞ ഒരു കുടവുമായി ആ വയോധികരായ ദമ്പതികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. വാർദ്ധക്യം കാരണം കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ട് ഈ അർദ്ധരാത്രിയിൽ വിശപ്പും ദാഹവും സഹിക്കാനാവാതെ ഇവിടെ ജീവിക്കുന്ന ഞങ്ങൾക്ക് വെള്ളമെടുക്കാൻ പോയ ഒരേയൊരു മകൻ പോലും ഇന്ന് ഞങ്ങളെ മറന്നു കളഞ്ഞുവോ? ഞങ്ങൾക്ക് മറ്റൊരാശ്രയവും ഒരു കാലത്തുമില്ലല്ലോ. നീയല്ലാതെ മറ്റാരുമില്ലെന്നിരിക്കെ ഇത്രയും വൈകാൻ എന്തു പറ്റി? അങ്ങേയറ്റം ഭക്തിയുള്ളവനായ നീ മുൻപൊന്നും ഇല്ലാത്ത വിധം ഇത്രയും മനഃപൂർവ്വമായി താമസിച്ചതാണോ ഇപ്പോൾ വരുന്നത് കുമാര? ഇപ്രകാരമൊക്കെ അവർ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കാൽപെരുമാറ്റത്തിൻ്റെ ശബ്ദം കേട്ട് അവിടെ എൻ്റെ കാലടി ശബ്ദം കേട്ടിട്ട് ഏറെ വാത്സല്യത്തോടെ ആ പിതാവ് പറഞ്ഞു,
എൻ്റെ മകനെ, നീ വൈകാൻ എന്താണ് കാരണം? ഒട്ടും വൈകാതെ സ്നേഹത്തോടെ എനിക്ക് ആ വെള്ളം തരൂ. ആ വാക്കുകൾ കേട്ട് ഞാൻ ആ ദമ്പതിമാരുടെ പാദങ്ങളിൽ ഭക്തിയോടെ അത്ഭുതം ഭയന്നുകൊണ്ട് നമസ്കരിച്ചു. അതിനുശേഷം നടന്ന സംഭവങ്ങളെല്ലാം അവരോട് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ പുത്രനല്ല, അയോധ്യയുടെ അധിപനായ വീരപുരുഷനായ ദശരഥൻ എന്നാണ് എൻ്റെ പേര്. രാത്രിയിൽ വന്നതിനുള്ള വേട്ടയാടാനുള്ള കഠിനമായ ആഗ്രഹത്തോടെ പുലി തുടങ്ങിയ കാട്ടുമൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ട് മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുമെന്ന് പ്രതീക്ഷയിൽ ഞാൻ നദീതീരത്ത് കാത്തു നിൽക്കുകയായിരുന്നു. കുടത്തിനുള്ളിലേക്ക് വെള്ളം കയറുന്ന ശബ്ദം കേട്ടപ്പോൾ ഒരു കൊമ്പനാന തൻ്റെ തുമ്പിക്കൈക്കുള്ളിലേക്ക് വെള്ളം കോരിയെടുക്കുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് അറിയാതെ ഞാനൊരു അമ്പ് വില്ലിൽ തൊടുത്ത് എയ്തുപോയി. ആ അമ്പ് നിങ്ങളുടെ മകൻ്റെ ദേഹത്ത് കൊണ്ടപ്പോൾ അവനുണ്ടായ കരച്ചിൽ കേട്ട് ഞാൻ അത്യന്തം ഭയന്ന് വേഗത്തിൽ അവിടെ ചെന്നു. വേദന കൊണ്ട് പൊളയുന്ന ആ കുമാരനെ കണ്ടു വണങ്ങിയപ്പോൾ അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു. എൻ്റെ സ്വന്തം കർമ്മഫലമാണ് എനിക്ക് ഇങ്ങനെ വന്നനുഭവിച്ചത്. നിനക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടാവുകയില്ല. കാഴ്ചശക്തി നഷ്ടപ്പെട്ട് വയസ്സായി തളർന്ന് പർണശാലയ്ക്കുള്ളിൽ വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ എന്നെയും കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ചെന്ന് വെള്ളം നൽകൂ എന്നവൻ എന്നോട് ആവശ്യപ്പെട്ടു. അത് കേട്ട് വലിയ പരിഭ്രമത്തോടും വിഷമത്തോടും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി മഹാജ്ഞാനികളായ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അങ്ങയുടെ തിരുപാദങ്ങളാകുന്ന താമരപ്പൂക്കൾ അടിയനായും എൻ്റേതായും പാപിയായ ഈ ദാസൻ അവിടുന്ന് വന്യനും പൂജനീയനുമാണ്. സകല ജീവജാലങ്ങളോടും അത്യന്തം കരുണയുള്ളവനാണല്ലോ. എപ്പോഴും താപസശ്രേഷ്ഠന്മാരായ നിങ്ങൾ. ഇപ്രകാരം ഞാൻ പറഞ്ഞത് കേട്ട് കരഞ്ഞുകൊണ്ട് അവർ അത്യന്തം ദുഃഖത്തോടെ എന്നോട് ഇപ്രകാരം പറഞ്ഞു. എടോ രാജാവേ, ഞങ്ങളുടെ മകൻ എവിടെയാണ് കിടക്കുന്നത്? നമ്മളെ വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. അത് കേട്ട് ഞാൻ അവരെ താങ്ങിയെടുത്ത് എൻ്റെ ദയനീയമായ മകൻ്റെ മൃതശരീരം അവർക്ക് കാണിച്ചു കൊടുത്തു. അയ്യോ, കാഴ്ചയും കേൾവിയുമില്ലാത്ത ആ വയോധികരായ മാതാപിതാക്കൾ തങ്ങളുടെ മകൻ്റെ ശരീരം കൈകൾ കൊണ്ട് തൊട്ട് തലോടി. പിന്നീട് പല വിധത്തിൽ വിതുമ്പി വിലാപിച്ചു. കഠിനമായ സങ്കടത്തോടെ അവർ എന്നോട് ഇപ്രകാരം പറഞ്ഞു. നീ ഇനി മകനായി നല്ലൊരു ചിത ഒരുക്കണം. ഒട്ടും വൈകാതെ അതിൽ നീ തീ കൊടുത്ത് ജ്വലിപ്പിക്കുക. അപ്പോൾ ഞങ്ങളും മകനോടൊപ്പം ആ തീയിൽ ചാടി മരിച്ചുകൊള്ളാം. തങ്ങളുടെ മകനോടൊപ്പം ആ അഗ്നിയിൽ പ്രവേശിച്ച ദമ്പതികൾ ശരീരം ദഹിച്ച് 3 പേരും ഒരുമിച്ച് സ്വർഗലോകത്തേക്ക് എത്തിച്ചേരുകയും അവിടെ വസിക്കുകയും ചെയ്തു. ആ അഗ്നിപ്രവേശനത്തിന് മുൻപ് വൃദ്ധനായ ആ തപസ്വി എന്നോട് നീയും പുത്രശോകം കാരണം മരിക്കട്ടെ എന്ന് ശപിച്ചു. അന്നാമുനി നൽകിയ ശാപത്തിൻ്റെ സമയം ഇപ്പോൾ എനിക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. തപസ്വികളുടെ വാക്ക് ഒരിക്കലും സത്യമാക്കാതിരിക്കില്ലല്ലോ. ദശരഥ മഹാരാജാവ് ഇപ്രകാരമെല്ലാം പറഞ്ഞ് സങ്കടപ്പെട്ട് വീണ്ടും വീണ്ടും കരയുവാൻ തുടങ്ങി. അയ്യോ രാമ എൻ്റെ പുത്ര, അയ്യോ സീതേ ജനകപുത്രി, അയ്യോ രാമ ലക്ഷ്മണ, അയ്യോ ഗുണക്കടലായ മകനെ, നിങ്ങളെ പിരിഞ്ഞുകൊണ്ടുള്ള എൻ്റെ ഈ മരണം കൈകേയി കാരണം ഇപ്രകാരം സംഭവിച്ചുവല്ലോ. താമരക്കടലായ ശ്രീരാമനെ തൻ്റെ മനസ്സിൽ ധ്യാനിച്ച് ദശരഥ മഹാരാജാവ് ദേവലോകത്തേക്ക് യാത്രയായി മരണമടഞ്ഞു. രാജാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ കൊട്ടാരത്തിലെ അന്തഃപുര സ്ത്രീകളും എല്ലാവരും ഉറക്കെ നിലവിളിച്ച് കരയുവാൻ തുടങ്ങി. നെഞ്ചത്തടിച്ചുകൊണ്ട് അവൻ കരയുന്ന വലിയ ശബ്ദം. ആ നിമിഷം തന്നെ നിലവിളി ശബ്ദം കേട്ട വസിഷ്ഠ മഹർഷിയും മന്ത്രിമാരോടൊപ്പം അത്യന്തം പരിഭ്രമത്തോടെയും ധൃതിയോടെയും കൂടെ കൊട്ടാരത്തിലെ അന്തഃപുരത്തിനുള്ളിൽ പ്രവേശിച്ച് ഇപ്രകാരം കൽപ്പിച്ചു. രാജാവിൻ്റെ ശരീരം എണ്ണ നിറച്ച ഒരു വലിയ വഞ്ചിയിൽ ഭൂമി പാലകനായ ദശരഥ രാജാവിൻ്റെ ശരീരം അഴുകി കേടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്രകാരം കൽപ്പിച്ചതിനു ശേഷം ദൂതന്മാരെ വേഗത്തിൽ വിളിച്ച് ഇതുതന്നെ നിങ്ങൾ വളരെ വേഗത്തിൽ യാത്ര തിരിക്കണം. അതിവേഗത്തിൽ ഓടുന്ന കുതിരകളുടെ പുറത്തേറി സഞ്ചരിച്ച് കേകയ രാജ്യത്ത് ചെന്നെത്തി ഇപ്രകാരം പറയുക. ഭരതൻ്റെ അമ്മാവനായ യുധാജിത്തിനോട് ഇനി ഒട്ടും സമയം കളയാതെ അയക്കണമെന്ന് പറയുക. ശത്രുഘ്നനോടൊപ്പം ഭരതനെയും ഉടൻ തന്നെ അങ്ങോട്ട് അയക്കണം എന്ന് ചെന്ന് പറയുക എന്ന് പറഞ്ഞ് ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ വേഗത്തിൽ കേകയ രാജ്യത്ത് ചെന്നെത്തി യുധാജിത്തിനെ വന്ദിച്ച് ഇപ്രകാരം പറഞ്ഞു. രാജശ്രേഷ്ഠ, കേട്ടാലും വസിഷ്ഠ മഹർഷി അരുൾ ചെയ്ത വാക്കുകളാണ് ഇത്. ശത്രുഘ്നെയും ഭരതനെയും അല്പം പോലും വൈകാതെ അയോധ്യയിലേക്ക് അയക്കുക. ദൂതന്മാരുടെ ഈ വാക്ക് കേട്ട് ഉടൻ തന്നെ കേകയ രാജാവ് ആ കുമാരന്മാരോട് നിങ്ങൾ അയോധ്യയിലേക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞു.
അങ്ങനെ ആ രാജകുമാരന്മാർ വേഗത്തിൽ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. ഏതോ വലിയൊരു ആപത്ത് അയോധ്യയിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ പിതാവിനോ അല്ലെങ്കിൽ സഹോദരനായ രാമനോ. എന്തൊരു ദുരന്തമാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിൽ പലവിധം ചിന്തിച്ച് വഴിയിലുടനീളം വന്ന് ഭരതൻ വലിയ മനോവിഷമത്തോടെ അയോധ്യാപുരിയിൽ പ്രവേശിച്ചു. സന്തോഷമില്ലാത്ത, യാതൊരു ശബ്ദവുമില്ലാത്ത, നിശബ്ദമായ, ഐശ്വര്യം നഷ്ടപ്പെട്ട, ജനങ്ങളുടെ തിരക്കുകളൊന്നുമില്ലാത്ത, ആഘോഷങ്ങളൊക്കെ ഇല്ലാതാക്കി മാറിയ ആ രാജ്യത്തെ കണ്ട് ശോഭകെട്ട ആ അയോധ്യ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്ന് രാമലക്ഷ്മണന്മാരില്ലാത്ത ആ രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്ന് അവിടെ കൈകേയിയെ കണ്ട ആ രാജകുമാരൻ അത്യന്തം ഭക്തിയോടെ അടുത്തു ചെന്ന് വന്ദിച്ച് തൻ്റെ മകനെ കണ്ട് സന്തോഷത്തോടെ അമ്മയായ കൈകേയി എഴുന്നേറ്റ് ചെന്ന് അവനെ ഗാഢമായി ആലിംഗനം ചെയ്ത് മടിയിലിരുത്തി. അവൻ്റെ ശിരസിൽ ഉമ്മ വെച്ചുകൊണ്ട് ഉടൻ തന്നെ ഇപ്രകാരം ചോദിച്ചു: നിന്റെ കുടുംബത്തിലും നാട്ടിലും എല്ലാവർക്കും സുഖവും മംഗളവുമല്ലേ? നിന്റെ അമ്മയ്ക്കും അമ്മാവനും മറ്റു ബന്ധുജനങ്ങൾക്കും യാതൊരു സങ്കടവുമില്ലല്ലോ? നീ പറയൂ. കൈകേയി ഇപ്രകാരം ചോദിച്ച ആ സമയത്ത് ഭരതൻ ഉടൻ തന്നെ മറുപടിയായി ഇപ്രകാരം പറഞ്ഞു: അമ്മേ, എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളെക്കുറിച്ച് വലിയ വിഷമമുണ്ട്. അല്ലയോ മാതാവേ, നമ്മുടെ പിതാവ് എപ്പോൾ എവിടെ വസിക്കുന്നത്? അമ്മയെ പിരിഞ്ഞ് തനിച്ചൊരു സ്ഥലത്ത് പിതാവ് മാത്രം വസിക്കുന്നത് മുൻപൊരിക്കലും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ അമ്മ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ സങ്കടവും ഭയവും തോന്നുന്നു. എൻ്റെ പിതാവ് എവിടെയാണ്? നീ പറയൂ. അത് കേട്ടിട്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം കൈകേയി വേഗത്തിൽ പറഞ്ഞു: മകനെ, നിനക്ക് ഇത്രമാത്രം സങ്കടപ്പെടാൻ എന്ത് കാര്യമാണുള്ളത്? നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിനക്കായി ഞാൻ സാധിച്ചു തന്നിട്ടുണ്ടല്ലോ. അശ്വമേധം തുടങ്ങിയ വലിയ യാഗങ്ങളെല്ലാം ചെയ്ത് ലോകമെമ്പാടും തന്നെ പ്രശസ്തി പരത്തിയ ഉത്തമ പുരുഷൻ പ്രാപിക്കുന്ന പുണ്യസ്ഥലത്തേക്ക്, സ്വർഗത്തിലേക്ക് നിന്റെ പിതാവ് യാത്രയായി എന്ന് കൈകേയി പറഞ്ഞു കേട്ട ഭരതൻ ദുഃഖം സഹിക്കാനാവാതെ തളർന്ന മനസ്സോടെ തറയിലേക്ക് വീണുരുണ്ട് അത്യന്തം സങ്കടത്തോടെ കരയുവാൻ തുടങ്ങി. അയ്യോ പിതാവേ, എന്നെ ദുഃഖസമുദ്രത്തിൽ താഴ്ത്തിയിട്ട് അങ്ങ് ഏതു ലോകത്തേക്കാണ് രാജാവേ പോയത്? എന്നെയും ഈ രാജ്യഭാരത്തെയും ശ്രീരാമൻ്റെ കൈകളിൽ ഏൽപ്പിക്കാതെ എന്നെ തനിച്ചാക്കി അങ്ങ് എങ്ങോട്ടാണ് പിതാവേ പോയത്? ഗുണങ്ങളുടെ നിധിയായ പ്രഭു, ഹേ ദൈവമേ, ഇനി ഞങ്ങൾക്ക് വേറെ ആരുണ്ട് ആശ്രയമായിട്ട്? തൻ്റെ മകൻ ഇപ്രകാരം നിലവിളിച്ചു കരയുന്ന സമയത്ത് അടുത്തെത്തി കൈകേയി അവൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട്: ആശ്വാസം കൊള്ളൂ മകനെ, ദുഃഖിച്ചിട്ടിനി എന്തു കാര്യമാണുള്ളത്? സംഭവിക്കുന്നതെല്ലാം ഈശ്വരൻ്റെ വിധി മാത്രമാണെന്ന് മനസ്സിലാക്കൂ. നിന്റെ ഉന്നതിക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ലഭിക്കേണ്ടതെല്ലാം ഇനി നിനക്ക് നേടാം എന്ന് നീ അറിയുക. അമ്മയുടെ ഈ വാക്കുകൾ കേട്ട് ഭരതൻ സങ്കടവും വേദനയും നിറഞ്ഞ മനസ്സോടെ ഇപ്രകാരം ചോദിച്ചു: എൻ്റെ പിതാവ് മരണമടയുന്ന ആ സമയത്ത് എന്നോട് പറയുവാൻ എന്തെങ്കിലും സന്ദേശം തന്നയച്ചിരുന്നോ മാതാവേ? അയ്യോ രാമ രാമ, കുമാര, എൻ്റെ മകളെ സീതേ, ശ്രീരാമ ലക്ഷ്മണ രാമ രാമ, സീതേ ജനകീപുത്ര എന്ന് വീണ്ടും വീണ്ടും ആതുരനായി വേദനയോടെ വിലപിച്ചാണ് പിതാവ് മരണമടഞ്ഞത്. അത് കേട്ടപ്പോൾ ഭരതൻ അമ്മയോട് അത്ഭുതത്തോടും ദുഃഖത്തോടും ചോദിച്ചു: അയ്യോ, അതെന്താണ്? പിതാവ് മരണമടയുന്ന ആ സമയത്ത് ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും അടുത്തുണ്ടായിരുന്നില്ലേ? ഇത് കേട്ട കൈകേയി ഇപ്രകാരം പറഞ്ഞു: രാജാവ് രാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചപ്പോൾ അത് കണ്ട ആ സമയത്ത് ഞാൻ എൻ്റെ മകനെ തന്നെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞ് രാമൻ്റെ പട്ടാഭിഷേകം മുടക്കുകയാണ് ഉണ്ടായത്. അതിന് കാരണം എന്താണെന്ന് ഞാൻ നിന്നോട് പറയാം. നിന്റെ പിതാവ് പണ്ട് എനിക്ക് 2 വരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഒരു വരം ഉപയോഗിച്ച് നിന്നെ രാജാവാക്കണമെന്നും രണ്ടാമത്തെ വരം ഉപയോഗിച്ച് രാമൻ കാട്ടിലേക്ക് പോകണമെന്നും ഞാൻ ആ സമയത്ത് ദശരഥ രാജാവിനോട് ആവശ്യപ്പെട്ടു. സത്യപാലകനായ ആ രാജാവ് ഭൂമിയുടെ ഭരണം നിനക്ക് നൽകുകയും രാമനെ വനവാസത്തിനായി കാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. ജാനകി ദേവി തൻ്റെ പതിവ്രതാ ധർമ്മം മുൻനിർത്തി തൻ്റെ ഭർത്താവിനെ പോലും കാട്ടിലേക്ക് പോയി. ലക്ഷ്മണനും തൻ്റെ സഹോദരനായ രാമനോടൊപ്പം പോയി. പിതാവ് അവരെ തന്നെ ഓർത്ത് കരഞ്ഞു വിലപിച്ചു. രാമ രാമ എന്ന അത്യന്തം വേദനയോടെ ജപിച്ചുകൊണ്ട് സ്വർഗലോകത്തിലേക്ക് യാത്രയായി എന്ന് നീ മനസ്സിലാക്കൂ. അമ്മയുടെ ഈ വാക്കുകൾ കേട്ട ഭരതൻ അത്യന്തം ദുഃഖിച്ച് തറയിലേക്ക് വീണു. ഭരതൻ ബോധരഹിതനായി വീണ ആ സമയത്ത് കൈകേയി: അയ്യോ, നിനക്ക് സങ്കടപ്പെടാൻ എന്ത് കാര്യമാണുള്ളത്? ഈ രാജ്യം മുഴുവൻ നിനക്ക് സ്വന്തമായി ലഭിച്ചിരിക്കുകയല്ലേ? ചപലതകളെല്ലാം ഉപേക്ഷിച്ച് നീ പൂജ്യനായി രാജാവായി വാഴുക എന്ന് കൈകേയി പറഞ്ഞത് കേട്ടപ്പോൾ ഭരതൻ തൻ്റെ അമ്മയെ അത്യന്തം കോപത്തോടെ നോക്കി. ഭരതൻ്റെ ആ കോപാഗ്നിയിൽ തൻ്റെ അമ്മ എരിഞ്ഞു ദഹിച്ചു പോകുമോ എന്ന് അവിടെ കണ്ടു നിന്നവരെല്ലാം ഭയന്നു വിറച്ചു.
സ്വന്തം ഭർത്താവിനെ തന്നെ കൊന്ന പാപിയായവളെ, ഭീകരരൂപിണി, നാണമില്ലാത്തവളെ, ദയയില്ലാത്തവളെ, ദുഷ്ടേ, രാക്ഷസി, നിന്റെ വയറ്റിൽ ജനിച്ചു വീണ യാതൊരു പുണ്യവുമില്ലാത്ത കടുത്ത പാപിയാണ് ഞാൻ. ഇനി നിന്നോട് ഒരക്ഷരം പോലും മിണ്ടരുത്. ഞാൻ പോയി തീയിൽ ചാടി മരിക്കാം. അതല്ലെങ്കിൽ കഠിനമായ വിഷം കുടിച്ച് മരിക്കാം. അതുമല്ലെങ്കിൽ വാളെടുത്ത് വേഗത്തിൽ സ്വന്തം കഴുത്തറുത്ത് മരിക്കാം. ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഞാൻ തീർച്ചയായും മരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. എടോ ദുഷ്ടയായ ഭയങ്കരി, ഏറ്റവും ഭീകരമായ കുംഭഭീകം എന്ന നരകത്തിലേക്ക് നീ കാരണം വസിക്കേണ്ടി വരിക. ഇപ്രകാരം സ്വന്തം അമ്മയെ കഠിനമായി ശകാരിച്ച് വിഷമിച്ച ഭരതൻ വേഗത്തിൽ കൗസല്യാദേവിയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. തൻ്റെ കാൽക്കൽ വീണു വണങ്ങിയ ഭരതനെ അമ്മയായ കൗസല്യ കെട്ടിപ്പുണർന്നു. കണ്ണുനീരോടെ ദുഃഖത്താൽ മെലിഞ്ഞുണങ്ങിയ ദയാനീതിയായ ഖിന്നയായ കൗസല്യ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ദുഷ്ടകർമ്മങ്ങളുടെ ഫലമായാണ് ഇതെല്ലാം സംഭവിച്ചത്. അങ്ങനെ എൻ്റെ മകൻ എന്നിൽ നിന്നും ദൂരേക്ക് പോകേണ്ടി വന്നു. എൻ്റെ ശ്രീരാമനും അനുജനായ ലക്ഷ്മണനും സീതയും മരവുരിയും ജടയും ധരിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയി. എന്നെ ആകട്ടെ വലിയ ദുഃഖസമുദ്രത്തിൽ യാതൊരു ദയയുമില്ലാതെ ആഴ്ത്തിക്കളയുകയും ചെയ്തു. അയ്യോ രാമ, രാമ, രാമ! രഘുവംശത്തിൻ്റെ നായക, നാരായണ, പരാത്മാവേ, ലോകത്തിൻ്റെ നാഥ, പ്രഭു, അങ്ങ് എൻ്റെ മകനായി ജനിച്ചത് വെറുമൊരു മനുഷ്യകുമാരനായിട്ടല്ലെങ്കിലും ദുഃഖം എന്നെ ഒരു കാലത്തും വേർപിരിയുകയില്ലല്ലോ. മനസ്സിൽ ആലോചിച്ച് നോക്കിയാൽ വിധിയുടെ ബലം ഏറ്റവും വലിയത് തന്നെയാണ്. ഇപ്രകാരം കരയുന്ന കൗസല്യാദേവിയെ വണങ്ങി ഭരതൻ അത്യന്തം ദുഃഖത്തോടെ പറഞ്ഞു: മനസ്സിൽ ഇത്രയും ദുഃഖിച്ചിരിക്കാതെ അമ്മയെ ഞാൻ എനിക്ക് പറയുന്നത് ദയവായി കേട്ടാലും. ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടക്കിയത് എൻ്റെ അമ്മയായ കൈകേയിയ മാതാവാണ്. ശ്രീരാമൻ തന്നെയാണ് സാക്ഷി. ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഇനി ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഇത് നടന്നതെങ്കിൽ അമ്മേ, 100 ബ്രഹ്മഹത്യകൾ ചെയ്താൽ ഉണ്ടാകുന്ന വലിയ പാപവും ഞാൻ അനുഭവിക്കേണ്ടി വരും തീർച്ച. ബ്രഹ്മാവിൻ്റെ പുത്രനായ വസിഷ്ഠ മഹർഷിയെയും സ്വന്തം ധർമ്മപത്നിയെയും സ്വന്തം ധർമ്മത്തെയും വാളുകൊണ്ട് കൊന്നാൽ ഉണ്ടാകുന്ന വലിയ പാപവും ഞാൻ അനുഭവിക്കേണ്ടതായി വരട്ടെ. ഇപ്രകാരം പലവിധത്തിൽ ശബ്ദങ്ങളും സത്യങ്ങളും ചെയ്ത് അത്യന്തം സഹിക്കാനാവാതെ ദുഃഖത്തോടെ നിൽക്കുന്ന ഭരതനോട് കരഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്ത് കൗസല്യാദേവി പറഞ്ഞു: മകനെ, നിനക്കിതിൽ യാതൊരു തെറ്റുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്രകാരം പറഞ്ഞ് ഭരതനെ കൗസല്യ ഗാഠമായി ആലിംഗനം ചെയ്തു. അവൻ്റെ ശിരസിൽ വെച്ച്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഉറക്കെ നിലവിളിച്ച് കരയുവാൻ തുടങ്ങി. ആ നിലവിളി ശബ്ദമൊക്കെയും കേട്ട വസിഷ്ഠ മഹർഷിയും മന്ത്രിമാരും വാത്സല്യത്തോടെ അവിടെ എത്തിച്ചേർന്നു. അത്യന്തം ദുഃഖത്തോടെ ഭരതനെ വന്ദിച്ചു നിൽക്കെ അവരുടെ കരച്ചിൽ കണ്ട വസിഷ്ഠ മഹർഷി ഉദ്ദേശരൂപേണ പറഞ്ഞു: കരച്ചിലും ദുഃഖവും ഇനി മതിയാക്കൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. വൃദ്ധനായ ദശരഥ മഹാരാജാവ് സത്യവാനും പരാക്രമയും വിജ്ഞാനിയുമായ വീരനുമായിരുന്നു. ലോകത്തിലെ സകല മനുഷ്യസുഖങ്ങളും രാജഭോഗങ്ങളും അനുഭവിച്ച് വിധിയാം വണ്ണം അനേകം വലിയ യാഗങ്ങളും ധാരാളം ധനദക്ഷിണകളും സന്തോഷത്തോടെ നൽകുകയും ചെയ്തതിനു ശേഷം അവിടുന്ന് സുഖമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നേടാൻ പ്രയാസമുള്ള ഇന്ദ്രന്റെ സിംഹാസനത്തിലെയും പകുതി ആസനം തന്നെ അവിടുന്ന് നേടിയിരിക്കുന്നു. ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനായി ആനന്ദത്തോടെ വസിക്കുന്ന അദ്ദേഹത്തെ ഓർത്താണോ നീ മുഖം താഴ്ത്തി കണ്ണുനീർ വാർത്ത് കരയുന്നത്? ജീവാത്മാവെന്നത് പരിശുദ്ധമാണ്. അതിന് ജനനമോ മരണമോ ഒന്നുമില്ല. അത് ശാശ്വതവും സമാനതകളില്ലാത്തതും നാശമില്ലാത്തതും അദ്വിതീയവുമാണ്. അത് സത്യസ്വരൂപനും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനുമാണ്. അതിന് ജനനമരണങ്ങളില്ല. ഈ ലോകത്തിൻ്റെ കാതലായ കാരണവും അതുതന്നെയാണ്. എന്നാൽ ഈ ശരീരമാകട്ടെ അത്യന്തം ജഡയും ക്ഷണികമായി നശിക്കുന്നതുമാണ്. അജ്ഞാനത്തിനും ആഗ്രഹങ്ങൾക്കും കാരണം ഇതാണ്. മോക്ഷപ്രാപ്തിക്ക് തടസ്സവും ഇതാണ്. ഇത് യാതൊരു ശുദ്ധിയുമില്ലാത്തതും ഒട്ടും പവിത്രമല്ലാത്തതുമാണ്. മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കിയാൽ ഒരു കാലത്തും ശരീരത്തിൻ്റെ നാശമോർത്ത് സങ്കടപ്പെടേണ്ട യാതൊരാവശ്യവുമില്ല. മരണത്തിന് കീഴടങ്ങുന്ന ഈ ശരീരത്തെ ഓർത്ത് ദുഃഖിച്ചിട്ട് എന്തു ഫലമാണുള്ളത്? പിതാവായാലും ശരി, സ്വന്തം പുത്രനായാലും ശരി, മരിച്ചു പോയാൽ അജ്ഞാനികളായ ആളുകൾ മാത്രം നെഞ്ചത്തടിച്ചും നിലവിളിച്ചും കരയുന്നു. അത്യന്തം തളർന്ന് ബോധം കെട്ട തറയിൽ വീണരുളുന്നു. ചിന്തിച്ചു നോക്കിയാൽ ഈ സംസാര സാഗരത്തിൽ ജീവിതം വളരെ നിസ്സാരമാണ്. സജ്ജനമാവുന്ന കൂട്ടുകെട്ട് മാത്രമാണ് മംഗളകരമായിട്ടുള്ളത്. അതിൽ നിന്നും ശാശ്വത സുഖം നേടുവാൻ ഏറ്റവും നല്ലത് എപ്പോഴും നിലനിൽക്കുന്ന ശാന്തി കൈവരികയാണ് എന്ന് നീ മനസ്സിലാക്കൂ. ജനനമുണ്ടായാൽ മരണം നിശ്ചയമായി സംഭവിക്കും. മരിച്ചവർക്ക് വീണ്ടും ജനനവും തീർച്ചയായും ഉണ്ടാവും. അവർക്ക് തടുത്തു നിർത്തുവാൻ സാധിക്കാത്ത ഈ അവസ്ഥയെ ഓർത്ത് വിഷമിക്കരുത്. ഇതെല്ലാം ഓരോരുത്തരുടെയും കർമ്മഫലത്താൽ സംഭവിക്കുന്നതാണ്.
പരമമായ സത്യം ഗ്രഹിച്ച ജ്ഞാനിയായ ഒരു വ്യക്തിയും ഒരിക്കലും മക്കൾ, മിത്രങ്ങൾ, ധനം, ഭാര്യ തുടങ്ങിയവരുമായിട്ടുള്ള വേർപിരിയൽ ഉണ്ടാകുമ്പോൾ അല്പം പോലും ദുഃഖിക്കുകയില്ല. ആഗ്രഹങ്ങളും അഹങ്കാരമുള്ളിടത്തോളം കാലം യഥാർത്ഥ സുഖവുമില്ല. കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ നശിച്ചു പോയതും ബ്രഹ്മാവിനാൽ വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നതുമൊക്കെ ആലോചിച്ചു നോക്കിയാൽ അളവറ്റതാണ്. അതുകൊണ്ട് അത്യന്തം ക്ഷണികവും നാശമുള്ളതുമായ ഈ ചെറിയ ജീവിതത്തിലേക്ക് മഹാജ്ഞാനികളായവർക്ക് എന്തു വലിയ ആഗ്രഹവും താല്പര്യവുമാണ് ഉള്ളത്. ഈ ശരീരം, അതിൽ വസിക്കുന്ന ജീവാത്മാവും തമ്മിൽ എന്തു ബന്ധമാണുള്ളതെന്നും മായാഗുണങ്ങളുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിൽ സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞവർക്ക് എന്ത് പരിഭ്രമവും സങ്കടവുമാണ് ഉള്ളത്. വാഴയിലൂടെയും തുമ്പത്തിരിക്കുന്ന വെള്ളത്തുള്ളി പോലെ ഈ ആയുസ്സ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതും നശിക്കുന്നതുമാണ്. മുൻ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായി വീണ്ടും ജീവാത്മാവിനും അടുത്തൊരു ശരീരം ലഭിക്കുന്നു. പഴയതും കീറിയതുമായ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ആളുകൾ പൂർണ്ണ ശോഭയുള്ള പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. അതുപോലെ തന്നെ പഴകിയ ശരീരങ്ങൾ ഉപേക്ഷിച്ച് ജീവാത്മാക്കൾ പൂർണ്ണ ശോഭയുള്ള പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നു. കാലചക്രത്തിന്റെ കറക്കത്തിനും വേഗതയ്ക്കുമനുസരിച്ച് ഉണ്ടാകുന്ന വിവിധ കർമ്മഭേദങ്ങളെക്കുറിച്ച് നീ തിരിച്ചറിയൂ. നിന്റെ ഈ ദുഃഖത്തിന് എന്താണ് കാരണമെന്ന് നീ പറയൂ. മുൻപുള്ള ജ്ഞാനികളുടെ ഉപദേശങ്ങൾ കേൾക്കാൻ തക്കവണ്ണം ഞാൻ പറഞ്ഞുതരാം. ആത്മാവിന് ജനനമോ മരണമോ ഇല്ല. ആത്മാവിൽ വികാരങ്ങളോ, ജനനം, വളർച്ച, മാറ്റം, ക്ഷയം, നാശം തുടങ്ങിയ 6 വിധ വികാരങ്ങളോ ഇല്ല എന്ന് നീ മനസ്സിൽ ധ്യാനിക്കുക. ആത്മാവ് എപ്പോഴും ആനന്ദ സ്വരൂപനും യാതൊരു അസ്വസ്ഥതകളുമില്ലാത്തവനുമാണ്. സത്യസ്വരൂപനും സകലത്തിൻ്റെയും ഈശ്വരനും നാശമില്ലാത്തവനുമാണ്. ബുദ്ധി തുടങ്ങിയവയൊക്കെ സാക്ഷാത്കരിക്കുന്നവനും എല്ലാവരും ആത്മാവായിരിക്കുന്നവനും ശാശ്വതനുമാണ്. രണ്ടില്ലാത്തവനും അദ്വൈതൻ, അനേകം രൂപങ്ങളിൽ വിളങ്ങുന്നവനും പരമ്പൊരുളും മംഗളസ്വരൂപനുമാണ്. ഇപ്രകാരം യാതൊന്നിലും ആസക്തിയില്ലാതെ മനസ്സിൽ ധ്യാനിച്ച് ആത്മതത്വവും മനസ്സിൽ ഉറപ്പിച്ച് മനസ്സിലാക്കി ദുഃഖങ്ങളെല്ലാം ഉപേക്ഷിക്കുക. അതിനുശേഷം ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു തുടങ്ങൂ. ഇനി ഒട്ടും സമയം കളയാതെ മനസ്സിൽ യാതൊരു വിഷാദവും വിചാരിക്കാതിരിക്കൂ. ഗുരുവായ വസിഷ്ഠന്റെ ഉപദേശവാക്കുകൾ കേട്ട് രാജകുമാരനായ ഭരതൻ വിധിപ്രകാരം പിതാവിന്റെ സംസാര കർമ്മങ്ങൾ ചെയ്യാനൊരുങ്ങി. മിത്രങ്ങൾ, ഭൃത്യന്മാർ, മന്ത്രിമാർ, സഹോദരനായ ശത്രുഘ്നൻ എന്നിവരോടൊപ്പം ചേർന്ന് കർമ്മങ്ങൾ ചെയ്യാൻ സന്നദ്ധനായ ഭരതകുമാരൻ ത്രൈലോക്യദ്രോണിയിൽ എണ്ണത്തോണിയിൽ സൂക്ഷിച്ചിരുന്ന പിതാവിന്റെ ശരീരം ആദരവോടെ പുറത്തെടുത്ത് ശുദ്ധിയായി കുളിപ്പിച്ചു. ഉത്തമയായ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചന്ദനാദി ലേപനങ്ങൾ എന്നിവയാൽ ശരീരമാസകലം ഭംഗിയായി അലങ്കരിച്ചു. ഒരു അഗ്നിഹോത്രിയുടെ മൃതദേഹം സ്വന്തം അഗ്നിഹോത്രിയാൽ സംസാരിക്കുന്നത് പോലെ ആചാര്യനായ വസിഷ്ഠന്റെ നേതൃത്വത്തിൽ ദശരഥ രാജാവിന്റെ ചിതയ്ക്ക് തീ കൊളുത്ത് സംസ്കരിച്ചു. 12-ാം ദിവസം തർപ്പണവും നൽകി. ഭക്തിയോടെ ആദരവോടും കൂടെ പിണ്ടക്രിയകളും ചെയ്തു തീർത്തു. വേദജ്ഞരായ ബ്രഹ്മശ്രേഷ്ഠന്മാർക്ക് ധാന്യങ്ങൾ, പശുക്കൾ, ഗ്രാമങ്ങൾ, രത്നങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഗന്ധദ്രവ്യങ്ങൾ, വെറ്റിലയും അടക്കയും ഉൾപ്പെടെ ഭരതനും സഹോദരനായ ശത്രുഘ്നനും ചേർന്ന് സന്തോഷത്തോടെ ദാനം ചെയ്തു. അവരുടെ കാൽക്കൽ വീണു വണങ്ങി ആശീർവാദങ്ങൾ സ്വീകരിച്ച് കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി വിശുദ്ധനായി വസിച്ചു. സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം ചേർന്ന് വനത്തിലേക്ക് പോയ ശ്രീരാമനെക്കുറിച്ച് മനസ്സിൽ ദിവസവും നിരന്തരം ചിന്തിച്ച് മനുഷ്യവീരനായ ഭരതൻ തൻ്റെ അനുജനോടൊപ്പം അത്യന്തം ദുഃഖിതനായി കഴിയുകയായിരുന്നു. സുഹൃത്തുക്കളോടൊപ്പം ശാന്തനായി കഴിയുന്ന സമയത്ത് അവിടെ വസിഷ്ഠ മഹർഷിയും മറ്റു വലിയ മുനിശ്രേഷ്ഠന്മാരും രാജസഭയിലേക്ക് എഴുന്നള്ളി. ബ്രഹ്മാവിനോട് തുല്യനായ വസിഷ്ഠമുനി ഏറെ ആദരവോടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. ശത്രുഘ്നനോടും നിൽക്കുന്ന ഭരതനെയും ധാരാളം ബ്രാഹ്മണരെയും അവിടെ വരുത്തി. മന്ത്രിമാരോടും അയോധ്യയിലെ പൗരജനങ്ങളോടുമൊപ്പം മനസ്സിൽ സന്തോഷം വർദ്ധിച്ചുകൊണ്ട് ഗുരുവായ വസിഷ്ഠൻ തൻ്റെ മുൻപിൽ വണങ്ങി നിൽക്കുന്ന ഭരതകുമാരനോട് മനസ്സിൽ വലിയ സന്തോഷം തരുന്ന വാക്കുകൾ, ദേശത്തിലും കാലത്തിലും യോജിച്ചതായ വാക്കുകൾ: ഗുരുവായ ഞാനിതാ നിന്നോട് വേഗത്തിൽ പറയാം. നിന്റെ പിതാവായ ദശരഥ രാജാവ് അത്യന്തം സത്യസന്ധനാണ്. അവിടുന്ന് ഈ ഭൂമിയുടെ ഭരണം നിനക്ക് നൽകിയിരിക്കുന്നു. മകന്റെ നന്മയ്ക്കായി കൈകേയിക്ക് മുൻപ് നൽകിയ 2 വരങ്ങളാണ് ഇതിന് കാരണം. അതിനാൽ തന്ത്രവിദ്യകളോടെ തൻ്റെ പട്ടാഭിഷേകം ഞാൻ മന്ത്രിമാരോടൊപ്പം ചേർന്ന് സ്നേഹത്തോടെയും ചെയ്തു തരാം. രാജാവില്ലാത്ത രാജ്യം നാശത്തിലേക്ക് പോകൂ. അതിനാൽ നീ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വെടിയണമെന്ന് മകനെ മനസ്സിലാക്കൂ. പിതാവിൻ്റെ കൽപ്പന അനുസരിക്കുകയും വേണം. പിതാവിൻ്റെ വാക്ക് പാലിച്ചാൽ ആർക്കും ഒരു പാപവും ഉണ്ടാവുകയുമില്ല. സകല ഉത്തമ ഗുണങ്ങളുള്ള മനുഷ്യർക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം മാത്രമാണ് ലഭിക്കുക. ഇപ്രകാരം അരുളി ചെയ്ത വസിഷ്ഠ മഹർഷിയോട് നന്നായി തൊഴുതുകൊണ്ട് ഭരതൻ ഇപ്രകാരം അറിയിച്ചു: ഇന്ന് ദാസനായ എനിക്ക് ഈ രാജ്യം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമനാണ് യഥാർത്ഥത്തിൽ രാജാവാകേണ്ടത്. ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വേലക്കാർ മാത്രമാണ്. ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണല്ലോ. നാളെ പ്രഭാതത്തിൽ തന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്, താമരക്കണ്ണനായ ശ്രീരാമനെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി.
ഞാനും അങ്ങും അരുന്ധതി ദേവിയും വിവിധ നാട്ടുകാരായ പൗരന്മാരും മന്ത്രിമാരും ആന, രഥം, കാലാൾപ്പട, കുതിരപ്പട എന്നീ ചതുരംഗങ്ങളോടും ഉത്തമയായ ശംഖ്, മുരശ് തുടങ്ങിയ വാദ്യമേളങ്ങളോടും സഹോദരന്മാരും ബ്രാഹ്മണരും തപസ്വികളും സാമന്ത രാജാക്കന്മാരും മറ്റു രാജാക്കന്മാരും വൈശ്യരും ശൂദ്രരും ഉൾപ്പെടുന്ന ജനങ്ങളും കൈകേയി ഒഴികെയുള്ള മറ്റെല്ലാ അമ്മമാരുമായി വേഗത്തിൽ അങ്ങോട്ട് പോകണം. ശ്രീരാമൻ തിരികെ വരുന്നതുവരെ ഞങ്ങൾ നിലത്തു മാത്രമേ കിടന്നുറങ്ങുകയുള്ളൂ. കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും മാത്രം കഴിച്ച് സീതാദേവിയെപ്പോലെ ശരീരത്തിൽ മണ്ണുപൂശി മരവുരി ധരിച്ച് തപസ്വിയുടെ വേഷം ജടാഭരണവും ധരിച്ച് മനസ്സിൽ അത്രയും ദുഃഖത്തോടെയും പ്രായശ്ചിത്തത്തോടെയും കൂടി മാത്രമേ ഞാൻ വസിക്കുകയുള്ളൂ. ഇപ്രകാരം ഭരതൻ പറഞ്ഞ ഉറച്ച വാക്കുകൾ കേട്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും വളരെ നന്നായി, എത്രയോ ഉത്തമമായ തീരുമാനമെന്ന സന്തോഷത്തോടെ പുകഴ്ത്തിപ്പറഞ്ഞു. ഇന്നത്തെ ഈ വായനയിൽ ദശരഥന്റെ അത്യന്തം ദുഃഖമേറിയ മരണവും ഭരതൻ ഇതറിഞ്ഞ് ദുഃഖിക്കുന്നതുമായ കഥകൾ നിങ്ങൾ കേട്ടുവെന്ന് വിശ്വസിക്കുന്നു. നാളെ ബാക്കി കഥാഭാഗവുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.